ഉപദേശം വക്താവും ശ്രോതാവും ഒന്ന് വേറെയാണെന്നർത്ഥം. ആ നിലവാരം നമ്മളിവിടെ യുഗങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്തിരുന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? അവിടെയാണ് വ്യത്യാസം എന്നർത്ഥം. ശിശുക്കം പറയുന്ന കഥകൾ പരീക്ഷത്തിന് അനുഭവപ്പെടുന്നത് പോലെ നമ്മൾ ഭാഗവതത്തിലെ വരികൾ ഇങ്ങനെയാണെന്ന് തർജ്ജമ ചെയ്തോ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടോ പറഞ്ഞാൽ ആ നിലവാരം നമുക്ക് കിട്ടില്ല എന്ന് ചുരുക്കം. കാരണം നമ്മളിപ്പോഴും ഭാര്യയും കുട്ടികളും മക്കളും അവരും ഇവരും സകല ബന്ധങ്ങളുള്ള ആളാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തിരി നേരം വന്ന് ഭാഗവതം വായിച്ചു എന്ന് കാണിക്കുന്നത്. അമ്മ വിളിച്ചു, അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭാഗവതം വായിക്കണു. അതുകൊണ്ട് ഭാര്യ മക്കളെയും കുട്ടികളെയൊക്കെ വിടാൻ പറ്റുമോ ഒരാൾക്ക്? ഇതിൽ നമ്മൾ ചോദിക്കുക, നമ്മൾ ഭാഗവതം കേൾക്കാൻ വന്നു, ഊണ് തരണമുണ്ട്, ഊണും കഴിക്കണു, കാപ്പി കഴിക്കണു, ഇവിടെ ഇരുന്ന് കേൾക്കണു എന്ന് വിചാരിച്ച് വീട് കൂടുമ്പോൾ ഇല്ലാണ്ട് ഈ പങ്കട് പോകണ്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റുമോ? ഇതല്ലേ നമ്മൾ ചോദിക്കുക. അതാണ് നമ്മുടെ വ്യത്യാസം എന്നർത്ഥം. ഭാഗവത കഥ കേൾക്കുമ്പോൾ ഒരൊറ്റ തവണ ഭാഗവതം കേട്ടപ്പോഴേക്കും ഭഗവാൻ ലയിച്ചു ചേർന്നവരുടെ കഥ അതിലൊക്കെ പറയണത് അല്ലേ. നമ്മളോ ഇവിടെ കടലാസിൽ പറയണില്ലേ, നോട്ടീസിൽ പറയണില്ലേ, 23 തവണ കേട്ടിട്ടും നമുക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഭഗവതി ചോദിക്കും, അല്ല എന്താ അതിങ്ങനെ? നമുക്കൊക്കെ 23 തവണയായി, 36 തവണയായി, ചിലയിടത്തെ നോട്ടീസിൽ കാണാം. ഇപ്പം തിരുവൈരാണിക്കുളം അമ്പലത്തിൽ ഭാഗവത സപ്താഹം അച്ഛനായിട്ട് തുടങ്ങിയതാ. അന്നത്തെ മുതൽ കണക്കാക്കിയ 50-നപ്പുറമായി. ആലുവായിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ഈ എണ്ണം ഇത്രയായി എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? 1000 സപ്താഹം വായിച്ചു, 2000 സപ്താഹം വായിച്ചു എന്നൊന്നും പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല. ഭാഗവതം ചോദിക്കണോ അല്ലെങ്കിൽ അമ്മ ചോദിക്കണോ, എന്നിട്ടും എന്താണോ ഇതാ നന്നാവാത്തത്? ഭാഗവതത്തിൽ പറയണ ഒരു കഥാപാത്രത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഇത്രയും വായിച്ചിട്ടും നമുക്ക് വരുന്നില്ലോ. ഭാഗവതത്തിൽ ഓരോരുത്തരും ഒരു തവണ കേട്ടവരാ. പരീക്ഷിച്ച് ഒരു തവണയെ ഭാഗവതം കേട്ടിട്ടുള്ളൂ. ശൗനകാദികൾ എല്ലാവരും അതെ അതെ. അപ്പം നമുക്കൊക്കെ പക്വത പാകത ഇപ്പോഴും ആയിട്ടില്ല. ഭാഗവതം കേൾക്കാനുള്ള അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ പറയുന്ന പല 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 അർഹതകളും ഉണ്ട്. എന്താ? ഈ ലോകത്തിലെ ഒന്നിനോടും ഇണങ്ങാൻ പറ്റാത്ത ഒരു മനസ്ഥിതി. അന്ന് ഭാഗവതം കേൾക്കുക എന്നെ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് യോജിച്ച നിലവാരത്തോടു കൂടി ഭാഗവതം കേട്ടാൽ ഒറ്റ തവണ കേട്ടാൽ മതി. നാരദാദികളും ശിശുവാദികളും പരീക്ഷത്തിനെ പോലെയുള്ളവരും ഒക്കെ ഒരു തവണ കേട്ട് നേരെയായവരാണെന്ന് പറഞ്ഞില്ലേ. നമുക്ക് അമ്മോട് പറയാ, എത്ര 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 തവണ ആവർത്തിച്ച് കേട്ടാലാണോ നമ്മളൊക്കെ നേരെയാവുക? അത്രയും തവണ കേൾപ്പിക്കണേ. സുധാമാവ് പറഞ്ഞു, അതിന് കേൾക്കാം. ജന്മനി ജന്മനി സ്യാൽ ജന്മനി ജന്മനി സ്യാൽ ജന്മനി ജന്മനി സ്യാൽ. 7.5 കോടി മറ്റു ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ്റെ വേഷവും 10 ഇന്ദ്രിയങ്ങളും ഒക്കെ വേണ്ട പോലെ ഉപയോഗിക്കാറായത്. അപ്പം എന്നിട്ടൊന്നും ആയില്ലെങ്കിൽ 7.5 കോടി മനുഷ്യജന്മം കഴിഞ്ഞാലോ എന്നിട്ട് നേരെയായിട്ടില്ല, വേണ്ട, പിന്നെയും ജന്മനി ജന്മനി സ്യാൽ ജന്മനി ജന്മനി സ്യാൽ. ജന്മങ്ങൾ എത്ര ഉണ്ടായാലും അതിനൊക്കെ അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അമ്മയുടെ മുമ്പിലിരുന്ന് ഭാഗവത കഥ കേൾക്കാനുള്ളതാവണേ. നിന്നിലാകട്ടതായേ എന്നമ്മോട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്. എല്ലാ ജന്മത്തിലും അമ്മയുടെ മകനായിട്ട് അടിയനെ ജനിപ്പിക്കണേ. എല്ലാ ജന്മത്തിലും അമ്മ തരുന്ന ഭാഗവത അമൃത് കുടിക്കണ കുട്ടിയാക്കി മാറ്റണേ. അമ്മ തരുന്ന അമ്മിഞ്ഞപ്പാൽ പോലെയാണ് ഭാഗവതാമൃത് നമുക്ക്. അതിനുള്ള അവകാശം അമ്മയുടെ കുട്ടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാഗവതം ജന്മജന്മാന്തരങ്ങളിലും കേൾപ്പിച്ചു തരണേ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. നമുക്ക് നിലവാരമായോ ആവതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ട. കേൾക്കുക കേൾക്കുക കേൾക്കുക. ശ്രവണം കീർത്തനം സ്മരണം, ശ്രവണം കീർത്തനം സ്മരണം, ശ്രവണം മനനം നിധിധ്യാസനം. കേൾക്കുക, കേട്ടതിനെ പറ്റി ഓർക്കുക, ഓർത്തുറപ്പിക്കുക.